എന്റെ ഈശ്വര എവിടെ മണം? അതെ, ബിരിയാണിയുടെ മണം. എവിടുന്ന അത്? എണ്ണീറ്റിട്ട് കണ്ണൊക്കെ തിരുമ്പി നോക്കിയപ്പോണ്ട് മോളടുത്ത് നിൽക്കുന്നു. ഒന്നും നോക്കിയില്ല, മോളേനെയും കൊണ്ട് ഒരൊറ്റ ഓട്ടം. എവിടുന്ന മണം വരുന്നതെന്ന് കണ്ടപ്പോൾ അടുക്കളയിൽ നിന്ന്. ആ അടുക്കള വാതിൽ തുറന്നപ്പോൾ ഞാനും മോളും ഞെട്ടിപ്പോയി. എന്താ സംഭവിച്ചു കഴിഞ്ഞാലേ, വൈഫ് ഒറ്റയ്ക്ക് ബിരിയാണി പൊതി അവിടെ തുറക്കുകയായിരുന്നു. അതും നല്ല പൊതി ബിരിയാണി. ആ വാഴയില തുറക്കുന്നതിൻ്റെ സ്മെല്ലായിരുന്നു റൂം വരെ അടിച്ചത്. നല്ല സൂപ്പർ ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ. നല്ല ചൂടോടുക്കനെ സെറ്റ് സാധനം. പുതിയ ബിരിയാണി ഒരു വികാരമാണ് കേട്ടോ. നല്ല ബീഫും കൂടി ആണെങ്കിൽ സെറ്റാണ്. നല്ല വെളിച്ചെണ്ണയൊക്കെ താളിച്ച് ഒരു കോഴിമുട്ടയും നല്ല അടിപൊളി നല്ല സൂപ്പർ ബീഫ്. പിന്നെ അങ്ങോട്ട് നാടകീയമായ രംഗങ്ങൾ. എന്നെ വളയ്ക്കാൻ വേണ്ടി അവൾ ആ ബിരിയാണി പൊതി എന്നിലേക്ക് നീട്ടി. ഞാനൊന്നും നോക്കിയില്ല, കയ്യിലേക്ക് വാങ്ങി. നല്ല പപ്പടം ഉണ്ടായിരുന്നു. പപ്പടം അങ്ങോട്ട് പൊടിച്ചിട്ടിട്ട് അങ്ങോട്ട് കുഴച്ചൊരു 1.5 പിടി ഇടിച്ചു. നല്ല ഒന്നാന്തരം ബീഫായിരുന്നു കേട്ടോ. നല്ല വെന്തുടഞ്ഞ് നല്ല സെറ്റ് സാധനം, നല്ല മസാലയും. ബിരിയാണി നമുക്ക് എന്നും ഒരു വികാരമാണല്ലോ. പിന്നെ ചുറ്റുമുള്ളതൊന്നും കണ്ടില്ല ഞാൻ. ബിരിയാണിയും ഞാനും മാത്രം. വാഴയിലയുടെ ടേസ്റ്റും ഒരു കോഴിമുട്ട പുഴുങ്ങിയതും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ചറ പറാന്ന് പറഞ്ഞ് വാരി കഴിച്ചു ഞാൻ. സംഗതി നല്ല അടിപൊളിയായിരുന്നു. കൂട്ടത്തിന് ഒരു മീൻ പൊടിക്ക് കുറച്ച് തൈരും കൂടി ചേർത്ത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ സാറേ, അടിപൊളി അടിപൊളി. മോളേനെ നൈസായിട്ട് റൂമിലേക്ക് പറഞ്ഞയച്ച് ഞാൻ ഒറ്റയ്ക്ക് മുഴുവൻ അങ്ങോട്ട് തന്നു. വൈഫിനൊരു ചിക്കൻ ബിരിയാണി വാങ്ങിക്കൊടുത്തേ. അവൾക്ക് ബീഫിനോട് വലിയ താല്പര്യമില്ല. അപ്പം ഞാൻ ഫുൾ ബീഫ് ബിരിയാണി തകൃതിയായിട്ട് അങ്ങോട്ട് കഴിച്ചു, ആർമാദിച്ചു ഞാൻ. കൊതിയാവുന്നവർ ഇപ്പം തന്നെ പോയി ഒരു ബിരിയാണി വാങ്ങിക്കഴിച്ചേ.